കേം ടു അഹമ്മദാബാദ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സാധനമാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ വെറൈറ്റി അല്ല, എല്ലാവരും ചെയ്ത് നോക്കി മടുപ്പായിട്ടൊരു സാധനം ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. അപ്പം ആദ്യം അതിന് ഉള്ളിയാണ് ആവശ്യം. കണ്ടില്ലേ, ഉള്ളി വട്ടത്തിന് ഞാൻ മുറിച്ചു. പിന്നെ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫൈയിങ് സൗണ്ടാണ്. ഞാൻ തന്നെ ഉള്ളി മുറിക്കുന്നു, അതിൻ്റെ സൗണ്ട് ആസ്വദിക്കുന്നു, അടിപൊളിയാണ് കേട്ടോ. ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് പതിവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു വീഡിയോ എടുത്താലോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തരുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പാക്കറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ചിപ്സ് പാക്കറ്റ്സ് ആണ്. അതിലേക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ ഞങ്ങൾ എടുത്തു. ഇത് അവസാനം അത് ഉപയോഗിച്ച കവറാണ്. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന കുറച്ച് സംസാരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്തതായതുകൊണ്ട് ചില വീഡിയോസിൽ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസും ഈ കാണുന്ന സ്ലോ മോഷൻ ഉണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ പാക്കറ്റ്സും തുറന്ന് അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് സംഭവം സിമ്പിളാണ്, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി ചായക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സംഭവം. വെറും ചിലവ് കുറഞ്ഞ് ഒരു 40 രൂപ 50 രൂപയിൽ മാത്രം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടി. നിങ്ങൾക്കത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ പൂള ചിപ്സൊക്കെ എടുക്കുക, പൂള ചിപ്സ്, അതേപോലെ മിക്സ്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ല. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സോസൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പ്രത്യേക തരം ഒരു കുർക്കുറെ പോലത്തെ ടൈപ്പാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, നമ്മൾ സാധാ പോലെ കഴിക്കാൻ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകാതെ വരുന്നൊരു സാധനമാണ് വായലപ്പുണ്ണ്. ഇത് നല്ല സാധനമാണല്ലോ വയറ്റിലേക്ക്, അതുകൊണ്ട് വായലപ്പുണ്ണ് പെട്ടെന്ന് വരും. വായലപ്പുണ്ണ് വരാൻ റെഡി ആയവർക്ക് ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം. പുണ്ണ് എന്നാണ് കോഴിക്കോട് ഭാഷയിൽ പറയാറ്, നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉള്ളി, അതേപോലെ തക്കാളി, ഇനി വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. അതിലേക്ക് ടൊമാറ്റോയും അതേപോലെ മയണൈസും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ശരിക്കും ഇത് പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനത് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് തുറന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നീടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. പിന്നെ മയണൈസും അതേപോലെ സോസും ഒക്കെ ആവശ്യത്തിനിടാം. വയറ് നമ്മളതാണെന്നുള്ള ബോധം വെച്ചിട്ട് കഴിച്ചാൽ മതി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ്. അതിൽ കുറേ സോസും അതേപോലെ കുറേ മയണൈസും വേറെ എന്തൊക്കെയോ സോസൊക്കെ ആഡ് ചെയ്യുന്നിട്ടുണ്ട്. ഞാനത് അത്ര ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം വയറെൻ്റെ ആണല്ലോ. പിന്നെ അതുമല്ല, ഇത് അത്ര നല്ല സാധനമല്ല കഴിക്കുന്നത്, പിന്നെ സോസൊക്കെ അല്ലേ. പിന്നെ അതിലേക്ക് അവസാനമായിട്ട് ഒരു പാക്കറ്റ് കൂടി ആഡ് ചെയ്തു, ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്തു. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇതിന് കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇത് ഡെയിലി കഴിച്ചൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ട്രൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അത് പുണ്ണ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് എൻജോയ് ചെയ്ത് നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ഡിഷാണ്. അധികം എക്സ്പെൻസീവ് അല്ല, നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സും ട്രൈ ചെയ്യാം.